ഡ്രഗിൽ ഞാൻ ഒരു ലെഡിൽ പറയുമ്പോൾ പറയാം, ലെഡിനകത്ത് ഞാൻ പറയാം. നമ്പർ 3, arsenic. Arsenic tragedy was first recorded from West Bengal, Calcutta. The drinking water supplied by the metropolitan city containing arsenic. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ റെക്കോർഡ് ചെയ്യുന്ന മെറ്റൽ ട്രാജഡി ആയിരുന്നു ഈ പറയുന്ന ആർസെനിക്. The drinking water supplied by the West Bengal, Calcutta containing arsenic. And again the people of Calcutta have got a peculiar disorder, what they call the disease by the term black foot disease. ഇന്നലെ നമ്മൾ പറഞ്ഞത് ബ്ലാക്ക് ലങ് ഡിസീസ് ആണ്, കോളാണ് അവിടെ കോസിറ്റീവ്. ഇവിടെ ഞാൻ പറഞ്ഞത് ബ്ലാക്ക് ഫുഡ് ഡിസീസ്. ദ ടോ ബിക്കെയിം ബ്ലാക്ക് ഇൻ കളർ, കാല് കറുത്തിരിക്കും. അപ്പോൾ ആർക്കും വലിയ റിയാക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. അന്ന് അവർ പറഞ്ഞത് ഹൈപ്പർ കെരാറ്റോസിസ്. ഇതാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പറഞ്ഞത്. എന്ന് പറയുമ്പോൾ കെരാറ്റിൻ അറിയാമല്ലോ, ഇസ് എ പ്രോട്ടീൻ അവൈലബിൾ ഇൻ യുവർ ബോഡി. നമ്മുടെ സ്കിന്നിന് കളർ തരുന്നത് കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ്. മുടിയിൽ കളർ തരുന്നതും കെരാറ്റിൻ പ്രോട്ടീനാണ്. അപ്പോൾ അന്ന് പറഞ്ഞ റീസൺ എന്തായിരുന്നു? നമ്മുടെ ബോഡിക്കകത്ത് എന്ത് അക്യുമുലേറ്റ് ചെയ്യുന്നു? കെരാറ്റിൻ അക്യുമുലേറ്റ് ചെയ്യുന്നു. ഹൈപ്പർ കെരാറ്റോസിസ് എന്നാണ് അന്ന് പറഞ്ഞത് ആർസെനിക്കിനാണ്. 4 years ബാക്ക്, 4 കൊല്ലം മുമ്പ്, നിങ്ങൾ നെറ്റിൽ ഒന്ന് കൊടുത്തു നോക്കുക. wherever the hospital they recorded black foot disease, now confirmed that skin cancer. അപ്പോൾ വെസ്റ്റ് ബംഗാളിലെ ഏതൊക്കെ ഹോസ്പിറ്റലിലാണ് ബ്ലാക്ക് ഫുഡ് ഡിസീസ് റെക്കോർഡ് ചെയ്തിരിക്കുന്നു അവരെല്ലാം ഇന്ന് ഇതിലാണ് നിൽക്കുന്നത്, സ്കിൻ ക്യാൻസറിൽ ഒന്ന് നിൽക്കുകയാണ്, സെക്കൻഡറി ഇൻഫെക്ഷനിലോട്ടായി. അപ്പം അന്ന് സ്കിൻ ക്യാൻസറുടെ സിൻഡ്രോം ആണ് എന്ത് കാണിച്ചത്? ബ്ലാക്ക് ഫുഡ് ഡിസീസ് പ്രോപ്പർലി നോട്ട് diagnosed or identified. Now they confirmed that it leads to, they even called skin cancer. Okay, well, see the tragedy from the arsenic. 4 years back, കഴിഞ്ഞ പാർലമെന്ററി ഇലക്ഷൻ, ഈ പാർലമെന്ററിയിലെ കഴിഞ്ഞ പാർലമെന്ററി ഇലക്ഷൻ ആണ് ഹെഡ്ലൈൻ ന്യൂസ് ഇൻ ദ ഹിന്ദു പേപ്പർ. പീപ്പിൾ ഓഫ് വെസ്റ്റ് ബംഗാൾ സഫറിംഗ് ഫ്രം സ്കിൻ ക്യാൻസർ 11% എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് എ ട്രാജഡി occurred by drinking water containing arsenic. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇഷ്യൂ ഇതിന് 4 കൊല്ലത്തിനകത്ത് വിത്തിൻ 4 years. ഇതിന് റീസൺ പറഞ്ഞു നോക്കുക, വെള്ളത്തിൽ കൂടെയാണ് കിട്ടിയത് എന്ന് പറയുമ്പോൾ സീ ദ പോയിന്റ് ഹിയർ, in 4 years back or 5 years back there is no filter in the water purifier which can remove the element called arsenic. നമ്മൾ ഒരു വാട്ടർ ഫിൽറ്ററിനകത്തും എന്തില്ല, ആർസെനിക് റിമൂവൽ ഫിൽറ്റർ ഇല്ലായിരുന്നു 4-5 കൊല്ലം മുമ്പ് വരെ. ഓൺലി ലേറ്റർ IIT of Chennai designed the first filter in the world which can remove the element called arsenic. അതിന് മുമ്പ് വാട്ടർ ഫിൽറ്ററിനകത്ത് ആർസെനിക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ലക്കിലി നമുക്ക് ആർസെനിക് ഇല്ലായിരുന്നുകൊണ്ട് നമുക്ക് ഇഷ്യൂ ഉണ്ടായില്ല. വെസ്റ്റ് ബംഗാളിൽ ഉണ്ടായിരുന്നു, they suffered arsenic. അപ്പോൾ IIT ചെന്നൈ ആണ് ആദ്യമായിട്ട് എന്തുണ്ടാക്കിയത്, arsenic removal filter was made by the people of IIT Chennai. That's another tragedy we have. Again, for your information, most of the Indian rivers, Ganga, Brahmaputra, rich in arsenic. See the word. Most of the river, Ganga, Brahmaputra, the major Indian rivers, rich in the element called arsenic. അപ്പോൾ ആദ്യകാലങ്ങളിൽ വെസ്റ്റ് ബംഗാൾ മാത്രം കണ്ട ഡിസോർഡർ ഇപ്പം ഛത്തീസ്ഗഡ്, then ബീഹാർ സിവിയർലി affected by arsenic tragedy. വെറുതെ ബീഹാർ ഒന്ന് കൊടുത്തു നോക്കാൻ നെറ്റിനകത്ത്. സോ ദ പെർസെൻറ്റേജ് ഇസ് മോർ ഹയർ ദാൻ ഈവൻ വെസ്റ്റ് ബംഗാൾ. സോ ബീഹാർ, ഛത്തീസ്ഗഡ്, സച്ച് ഏരിയ where they getting the water body directly from river source. അപ്പോൾ ഒരു പ്യൂരിഫിക്കേഷൻ ഇല്ലാതെ എന്ത് ചെയ്യുന്നത്, ആ വെള്ളമാണ് അവർ എന്ത് ചെയ്യുന്നത്, കുടിക്കാനും എല്ലാത്തിനും അവർ ഉപയോഗിക്കുന്നത്. സോ ദേ ഗോട്ട് മോർ ട്രാജഡി ദാൻ യുവർ വെസ്റ്റ് ബംഗാൾ. ഏത് മതി മോർ ഡേഞ്ചറസ് ആണ്. വിഷം ഇത്രയും മതി, ഗ്രാമിൽ വേണമെന്നില്ല, നാനോഗ്രാം മതി. ആ നാനോഗ്രാം എന്തായിരിക്കും? ആർസെനിക് കുറവെന്നാണ് പറഞ്ഞത്. അറ്റ്മോസ്ഫിയറിൽ മണ്ണിനടിയില്ലെന്ന് വരുന്നത്, ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്, മിനറൽസ് ആണ്. അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന സാധനമല്ല, മിനറൽസ് ആണ്. ഇറ്റ്സ് മോസ്റ്റ്ലി അവൈലബിൾ ആസ് മിനറൽ വേസ്റ്റ് ആണ്. കുറവൊന്നുമില്ല എന്ന് പറയും. കുറവെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് കിലോഗ്രാമല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷെ നാനോഗ്രാം മതി, ടോക്സിക് ആണ്. നമ്മുടെ ബോഡിക്കകത്ത് വേണ്ട ഒരു എലിമെന്റ് ആണ് ഈ പറയുന്ന ആർസെനിക്. അല്ലെങ്കിൽ ബ്ലാക്ക് ഫുഡ് ഡിസീസ് ഉണ്ടാകത്തില്ല.
സ്കിൻ ക്യാൻസർ ഉണ്ടാകത്തില്ല. ആ ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ ഒരിക്കലും വരത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് ഇൻവേരിയബിൾ നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുക. വെറുതെ ഒന്ന് വെസ്റ്റ് ബംഗാൾ ഫ്ലൂറൈഡ് ട്രാജഡി അസൻ ട്രാജഡിയും കൊടുത്തു നോക്കുക, യു വിൽ ഗെറ്റ് ദ എൻ്റർ ഡേറ്റ ബാക്ക്. അപ്പോൾ അത്രയ്ക്കും പതറ്റിക് ആണ് ഇഷ്യൂ. ഞാൻ പറയാൻ കാരണം കൽക്കട്ട എന്ന് പറയുന്നത് മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. ബീഹാർ എടുത്തു നോക്കുക, മോർ ബാക്ക്വേർഡ് സ്റ്റേറ്റ് ആണ്. Now ബീഹാർ is suffering for arsenic tragedy. ബീഹാർ മാത്രമില്ല, നമ്മുടെ ഛത്തീസ്ഗഡ് ഇതെല്ലാം ഇപ്പം arsenic tragedy വീണ്ടിരിക്കുകയാണ്. Fluoride, universal water contaminant. See the word fluoride, universal water contaminant. You cannot imagine a water without fluoride content. Okay, but not like the previous any other element. Fluoride is normally required for your normal development of teeth and bone. അപ്പോൾ മറ്റേ എലിമെന്റ്സിനെ പോലെയല്ല, ഫ്ലൂറൈഡ് ഈസ് എസെൻഷ്യൽ ഫോർ ടീത്ത് ആൻഡ് ബോൺ ഡെവലപ്മെന്റ്, നമുക്ക് ആവശ്യമുള്ളതാണ്. ബട്ട് റിക്വയർഡ് ക്വാണ്ടിറ്റി മാക്സിമം പറയപ്പെടുന്നത് 1 mg/L ആണ്. നെഗ്ലിജിബിൾ ആണ്, 1 mg/L ആണ്. ഓക്കെ, one of the study report given by WHO, World Health Organization, the level available in Indian water is 1.67 gram to 26 gram/L. See the word here. ആവശ്യമുള്ളത് 1 mg മതി, മാക്സിമം ആണ്. 1 mg പോലും വേണ്ട, 0.67 mg ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ 1 mg വരെ പറഞ്ഞു. വെള്ളത്തിൽ അവൈലബിൾ ആകുന്ന ക്വാണ്ടിറ്റി നോക്കുക, മില്ലിഗ്രാമിലാണ് പറഞ്ഞിരിക്കുന്നത്, ഗ്രാമിലാണ്. 1.67 gram to the level of 26 gram/L. Okay, so that's why I said the point, across Indian states fluoride became a natural water contaminant. Okay, ഇനി എന്താണ് ഇഷ്യൂ? ഫ്ലൂറൈഡ് ഇഷ്യൂ നോക്കുക. Whenever you are intaking fluoride in your body, it will cause bleeding and swelling of gum. നോർമലി പല്ലിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്, ഗമ്മാണ് ഇങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. So the gum get accumulated by fluoride, it swell unevenly ഇങ്ങനെ swell ചെയ്യാണ്, followed by bleeding. ചിലർ പല്ല് തേക്കുമ്പം ബ്ലഡ് ലീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ സിൻഡ്രോം കോസ്ഡ് ബൈ അക്യുമുലേഷൻ ഓഫ് ഫ്ലൂറൈഡ്. എന്നും വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. വല്ലപ്പോഴാണ് കുഴപ്പമില്ല. ഫ്ലൂറൈഡിന്റെ അക്യുമുലേഷൻ കൂടും തോറുമാണ് എന്തുണ്ടാകുന്നത്? ഗം സ്വെല്ല് ചെയ്യും, ബ്ലീഡ് ചെയ്യും. അപ്പം ബ്ലീഡ് ചെയ്യുമ്പോൾ അടുത്തുണ്ടാകുന്ന ഡിസോർഡർ നോക്കുക, falling of teeth, what we commonly called fluorosis. But fluorosis is due to accumulation of fluoride in the gum, swelling followed by bleeding, what we commonly called fluorosis. Okay, രണ്ട്, you put the city or district, ഞാൻ അതിൻ്റെ പേരൊന്നും നിങ്ങൾ വെറുതെ നെറ്റിൽ കൊടുത്തു നോക്കുക, ജറാന, one of the district in Rajasthan. Entire population suffering from fluoride tragedy, where the people cannot stand erect, എഴുതി നിൽക്കാൻ പറ്റത്തില്ല, bended ആണ്. They can fold their finger or fold their hands, കൈ മടക്കാൻ പറ്റത്തില്ല, rigid ആണ്. See the point there. Once you have got more amount of fluoride in your body, secondary infection starting in bones, same impact ആണ്, swelling, bleeding along the bone, what we commonly called skeletal fluorosis. ആദ്യകാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഫ്ലൂറോസിസ് മാത്രമേ ഉള്ളൂ. ഇത് ബോണിലാണെങ്കിൽ പേര് മാറ്റി പറയുക, സ്കെലിറ്റൽ ഫ്ലൂറോസിസ് എന്ന് പറയാം. മോർ കോമൺലി കോൾഡ് ബൈ ദ ടേം നോക്ക് നീ സിൻഡ്രോം. അതാണ് ചോദ്യം വന്നിരിക്കുന്നത്. KNOCK KNEE, നോക്ക് നീ സിൻഡ്രോം എന്ന് പറയുമ്പം ബ്രാക്കറ്റ് ലെഗ് ലൈക്കാണ്, കാലിങ്ങനെ ഇരിക്കത്തുള്ളൂ, ഇങ്ങനെ ആവത്തില്ല. ഓക്കെ, ആൻഡ് ദേ കനോട്ട് സ്റ്റാൻഡ് എറക്റ്റ്, എഴുതി നിൽക്കാൻ പറ്റത്തില്ല. സോ വാട്ട് വി കോമൺലി കോൾഡ് നോക്ക് നീ സിൻഡ്രോം, KNOCK KNEE. Medically the word is skeletal fluorosis. Another tragedy caused to Indians by the contamination called fluoride. Okay, ഇപ്പോൾ ഫ്ലൂറൈഡ് കൊണ്ടുണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ്. ഇത് ഏറ്റവും കൂടുതൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലും ബംഗ്ലാദേശിലുമാണ്, അക്രോസ് ദ വേൾഡ്. വേറെ ഒരു കൺട്രിയിലും ഇത്രയും ട്രാജഡി റെക്കോർഡ് ചെയ്തിട്ടില്ല, ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. അതേപോലെ അസൽ ട്രാജഡി ഗ്ലോബൽ സ്കെയിലിൽ പറയുമ്പോൾ ഇന്ത്യ ആൻഡ് ചൈന, ബാക്കി യൂറോപ്യൻ സ്റ്റേറ്റ്സിലൊന്നും ഇല്ല.
Basri tragedy was record high in India and China, and fluoride tragedy from India and Bangladesh. Okay, in again if you go back for 5 കൊല്ലം മുമ്പ് ടൂത്ത്പേസ്റ്റിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇപ്പോഴല്ല, 4 to 5 years back എന്തായിരുന്നു ഫ്ലൂറൈഡ്, എന്താണ് അവർ ടൂത്ത്പേസ്റ്റിനകത്ത് പറഞ്ഞത്? ഫ്ലൂറൈഡ് കണ്ടെയ്നിങ് ടൂത്ത്പേസ്റ്റ്. ഇപ്പോൾ ഉണ്ടോ അങ്ങനെ? ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. കാരണം പിൽ ആക്ടിൽ കേസ് ഫയൽ ചെയ്തുകൊണ്ടാണ്. ഇതൊക്കെയാണ് നമ്മൾ സമകാലി ആലോചിക്കേണ്ട കാര്യങ്ങൾ. സോ 4 to 5 years back the company start adding fluoride in the toothpaste, and whatever the company said is true, the teeth will be sparkling. അതൊക്കെ ശരിയായിരുന്നു. But what happened is that most of the kids have got no teeth. പിള്ളേർക്ക് പല്ലില്ലാതായിപ്പോയി. കാരണം എന്താണെന്ന് അറിയാമല്ലോ. പിള്ളേർ എന്ത് ചെയ്യും? നേരെ വണ്ണം കഴുകി കളയത്തില്ല. ബാത്റൂമിൽ കയറുന്ന അതേ സ്പീഡിലായിരിക്കും പുറത്തോട്ട് ഇറങ്ങുന്നത്. either they will swallow or they never wash the paste completely, so it accumulate on the gum leading to the event called fluorosis. അന്ന് നമ്മൾ ആ ന്യൂസ് ഒന്ന് വായിച്ചു നോക്കുക. അന്ന് മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ദ റെസിഡൻറ്റ് അസോസിയേഷൻ ഫൈൽഡ് എ കേസ് അഗേൻസ്റ്റ് ദ കമ്പനി. പിൽ ആക്ടിൽ കേസ് ഫയൽ ചെയ്തു. വിത്തിൻ ഒരാഴ്ച പോലും കേസ് എടുത്തില്ല, തള്ളിക്കളഞ്ഞ കേസ്. എന്താ പറഞ്ഞത്? കമ്പനി എന്താ പറഞ്ഞെന്നറിയുമോ? അഡ്വക്കേറ്റ്സ് എന്താ പറഞ്ഞെന്നറിയുമോ? ദേ ആസ്ക് ടു ബ്രഷ് യുവർ ടീത്ത്, നോട്ട് ടു swallow the paste. കേസ് പോലും എടുത്തിട്ടില്ല. ആദ്യത്തെ മുഖവിലേക്ക് തന്നെ എന്ത് ചെയ്ത് തള്ളിക്കളഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ആണ് നമുക്ക് ഫ്ലൂറൈഡിൽ ഉണ്ടായത്. അപ്പോൾ ആലോചിച്ച് നോക്കാം, വെള്ളത്തിൽ തന്നെ ഫ്ലൂറൈഡ് ഉണ്ട്. പോരാഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? പേസ്റ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? ഫ്ലൂറൈഡ് ആഡ് ചെയ്തു, തേച്ചു. അപ്പോൾ ഇതാണ് നമ്മളെ ഇഷ്യൂ. സോ ഫ്ലൂറൈഡ് ഇഷ്യൂ ഒക്കറിങ് ഇൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. ഇപ്പോൾ ഇല്ല, ഒരു കമ്പനിക്കാരും ഫ്ലൂറൈഡ് തുറന്ന് പറയത്തില്ല. അഡ്ജസ്റ്റ്മെന്റ് എടുത്തു നോക്കുക. ഇപ്പോഴത്തെ ഏതെങ്കിലും പേസ്റ്റിനകത്ത് ഫ്ലൂറൈഡ് കണ്ടെയ്നിങ് ടൂത്ത് പേസ്റ്റ് എവിടെയെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. ഒരു 2-3 കൊല്ലം മുന്നോട്ട് പോകാൻ ഇറങ്ങി നോക്കുക, all the toothpaste containing fluoride. So that's the issue we have with the compound called fluoride. കാരണം high level of fluorosis and skeletal fluorosis recorded from Indian part of the world. So അപ്പോൾ അതിൻ്റെ കഥ കഴിഞ്ഞു. lead, largest e-pollutant in the universe is lead. largest e-pollutant in the universe is lead. ഏറ്റവും കൂടുതലായിട്ട് അക്കൗണ്ടബിൾ ചെയ്തിരിക്കുന്ന ഈ പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത് lead ആണ്. So largest e-pollutant in the world is lead. Okay, ഇനി leadന്റെ സ്റ്റോറി ഒന്ന് നോക്കുക. Initially lead is used in the petroleum products. അന്നത്തെ പെട്രോൾ എന്തായിരുന്നു? ലീഡഡ് പെട്രോൾ ആയിരുന്നു. And we use the lead as an anti-knockout compound, namely tetraethyl lead. ഇതാണ് അന്ന് നമ്മൾ യൂസ് ചെയ്തിരുന്ന കോമ്പൗണ്ട്. പെട്രോളിനകത്ത് ലെഡ് മിക്സ് ചെയ്തു, tetraethyl lead. And because of the issue of lead, we removed the lead from petrol. What we are currently using is unleaded petrol. അപ്പോൾ ഇപ്പം പെട്രോളിയം പ്രോഡക്റ്റിലൊന്നും ലെഡ് ഇല്ല. ലെഡിൻ്റെ മുഴുക്കം മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അൺലീഡ് പെട്രോൾ ആണ്. അന്ന് ലെഡ് യൂസ് ചെയ്യാൻ കാരണം എന്തായിരുന്നു? ബിക്കോസ് ഇറ്റ്സ് എ വെരി ഗുഡ് ആന്റി നോക്കൗട്ട് കോമ്പൗണ്ട്. ദ എഞ്ചിൻ വിൽ ബി സ്മൂത്ത്. എഞ്ചിൻ സ്മൂത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്തത്? ലെഡ് മിക്സ് ചെയ്തത്. 1. 2, ലെഡിന്റെ സ്റ്റോറി പിന്നെയും പോകുന്നുണ്ട്. സോ വി സ്റ്റാർട്ട് മിക്സിംഗ് ലെഡ് വിത്ത് പെയിന്റ്. പെയിന്റിനകത്ത് ലെഡ് മിക്സ് ചെയ്യാൻ തുടങ്ങി. ഫോർ മേക്കിംഗ് ദ പെയിന്റ് മോർ ബ്രൈറ്റ്ലി കളേർഡ്. ഓക്കെ, അപ്പോൾ വി സ്റ്റാർട്ട് മിക്സിംഗ് ലെഡ് വിത്ത് പെയിന്റ്. പെയിന്റിനകത്ത് ലെഡ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടെന്ന് തന്നെ പറയാം. which make the paint more durable and colorful. 2. Number 3, lead is a common ingredient for soldering purposes in all electrical electronic goods. ഇപ്പോഴും സോൾഡറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് എന്താണ്? ലെഡ് ആണ് യൂസ് ചെയ്യുന്നത് യൂണിവേഴ്സലി. സോ ഇറ്റ് ഇസ് എ കോമൺ ഇൻഗ്രീഡിയൻറ്റ് ഫോർ സോൾഡറിങ് പർപ്പസസ്. 3. 4, the facial cream, skin ointments containing lead as a nanoparticle for delivering the drug. ലെഡ് എവിടെ യൂസ് ചെയ്യുന്നത്? കാരിയർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ മരുന്നില്ല. എല്ലാ ഫേഷ്യൽ ക്രീമിനകത്തും എന്ത് മിക്സ് ചെയ്തു? ലെഡ് മിക്സ് ചെയ്തു. കാരണം എന്താണ്? ലെഡിന് പുറത്താണ് ഒരു മരുന്ന് വെക്കുന്നത്. ഈ മരുന്ന് അകത്തോട്ട് കയറ്റി വിടുന്ന കാരിയർ മോളിക്യൂളാണ് ലെഡ്. കാരണം ലെഡിന്റെ പെനിട്രേറ്റീവ് പവർ വളരെ കൂടുതലാണ്. വി സ്റ്റാർട്ട് മിക്സിങ് ലെഡ് ഇൻ ദ ക്രീം, ഫേഷ്യൽ ക്രീം, ബ്യൂട്ടി ക്രീമിനകത്തൊക്കെ എന്ത് ചെയ്തു? മിക്സ് ചെയ്തു. 5, I said the last one, even food we start mixing lead. Maggi, best example.
അപ്പോൾ സ്റ്റാർട്ട് ദ പെട്രോൾ തുടങ്ങി എവിടെ കൊണ്ട് എന്ത് ചെയ്തു? ഫുഡ് വേറെ എന്ത് ചെയ്തു? ലെഡ് മിക്സ് ചെയ്തു. അപ്പോൾ കാഡ്മിയം അതിൻ്റെ സ്റ്റോറി. അവർ ചോക്ലേറ്റ് മിക്സ് ചെയ്യൽ ഒരു അതിശയം നമ്മൾ കാണുന്നില്ല. അപ്പോൾ ലെഡ് ഇതന്നെ, പെട്രോളിയം പ്രോഡക്ട്സ്, പെയിൻറ്, ഇലക്ട്രിക്കൽ ഗുഡ്സ്, സ്കിൻ ഓയിൻമെൻറ്റ്സ് എന്നാണ് അവർ പറയുന്നത്, അല്ല ക്രീം എന്ന് അവർ പറയുന്നില്ല. ഫുഡ്, വി സ്റ്റാർട്ട് മിക്സിങ് lead, one of the severe pollutant in the world, leading to brain hemorrhage, what technically called with the term thrombosis. So what we commonly call the brain hemorrhage, or more appropriately thrombosis, immediate death ആണ്. So that's why we start limiting lead mixing in petroleum products. Thrombosis എന്ന് വിളിക്കുന്നത് ബ്രെയിൻ ഹെമറേജ് ആണ്. ഹെമറേജ് ആർ ബ്ലീഡിങ് ഇൻ ദ ബ്രെയിൻ. സെറിബ്രൽ ഹെമറേജ് ഒക്കെ ഉണ്ടാവാൻ കാരണം അതായിരുന്നു. സെറിബ്രൽ ഹെമറേജ് നോൺ റിക്കവറബിൾ ആണ്, കൊളാപ്സിംഗ് ആണ്. അപ്പം നമുക്ക് മാത്രമല്ല, അക്രോസ് ദ വേൾഡ് ദ ഇഷ്യൂ വാസ് കോസ്ഡ് ബൈ ദ എലിമെന്റ് കോൾഡ് ലെഡ്. യൂണിവേഴ്സൽ ഹൈലി ടോക്സിക് പൊല്യൂട്ടൻ എന്ന് പറയുന്നത് ഇപ്പോഴും ലെഡ് ആണ്. ഫേസ് വാഷിനില്ല, ഫേഷ്യൽ ക്രീമിനകത്ത് ചേർക്കുന്നു. നമ്മൾ എന്ത് വേണമെങ്കിലും വാങ്ങിച്ച് തേക്കും, നമ്മളെ ക്യാരക്ടർ അതാണ്. ഞാൻ പറഞ്ഞില്ലേ, പല്ല് തേക്കാൻ വേണ്ടി ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് ചോദിച്ച് വാങ്ങിച്ച് നമ്മൾ തേക്കും, കാരണം പല്ല് ഒന്നുകൂടെ വിളിക്കട്ടെ എന്ന് വിചാരിക്കും. അത് നമ്മളൊരു ക്യാരക്ടറാണ്. അത് മീഡിയയുടെ ഒരു അഡ്വർടൈസ്മെൻറ്റും അതാണ്. ദേ വിൽ ടെംപ്റ്റ് ടു യൂസ് ദ കോമ്പോണൻസ്. ഇപ്പോൾ പെയിന്റ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓരോ ദിവസം പെയിന്റ് അഡ്ജസ്റ്റ്മെന്റ് എന്താ ചെയ്തിരിക്കുന്നത്? ഡ്യൂറബിൾ ആണ്, ആനയാണ്, ചെയ്യുന്നതാണെന്ന് പറയും. നമ്മൾ എന്ത് ചെയ്യും? ആ പെയിന്റ് തന്നെ വാങ്ങിച്ചടിക്കും. വെള്ളത്തിൽ കൂടെ എന്ത് ചെയ്യും? അലിഞ്ഞു പോകും. മഴ പെയ്യുമ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യും? ഒലിച്ച് വെള്ളത്തിൽ പോവുകയാണ്. ആണ് ഇഷ്യൂ. ഓക്കെ, then the compound is chromium. Chromium have got the same property like your cadmium. Electroplating metal ആണ്. ക്രോമിയമിനും അതേ പ്രോപ്പർട്ടിയാണ്, ഇലക്ട്രോപ്ലേറ്റിംഗ് മെറ്റൽ ആണ്. And the impact is differing from cadmium. See the point, chromium is commonly used for electroplating like your cadmium. Okay, the impact is it leads to gastrointestinal hemorrhage. ഞാൻ ആദ്യം പറഞ്ഞത് ബ്രെയിൻ ഹെമറേജ് ആണ്, ഇവിടെ പറഞ്ഞത് സ്റ്റൊമക്കിൽ എന്തുണ്ടാകും? ബ്ലീഡിങ് ഉണ്ടാകും, അറിയത്ത് പോലും ഇല്ല നമ്മൾ. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഹെമറേജ്, again highly fatal. The compound is chromium. ശരിക്കും പറഞ്ഞാൽ ക്രോമിയം ഇപ്പോൾ വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരമാണ് എന്ത് കൊണ്ടുവന്നത്? കാഡ്മിയം നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ അതിനെക്കാട്ടിലും ഡേഞ്ചർ ആയിട്ട് മാറി. ആലോചിച്ചോ, ക്രോമിയം ആയിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്തത്. ക്രോമിയം ഇഷ്യൂ ആയപ്പോൾ എന്ത് ചെയ്തു? കാഡ്മിയം കൊണ്ടുവന്നു. കാഡ്മിയം ഇപ്പോൾ എന്താ നിൽക്കുന്നത്? ബോൺ ക്യാൻസർ ഒന്ന് നിൽക്കുകയാണ്. ഓക്കെ, എനിവേ, അപ്പോൾ ഇതാണ് നമ്മൾ ഓൾഡ് ജനറേഷൻ പൊല്യൂട്ടൻ്റ് ആണ്. ഇതെല്ലാം ഇപ്പം ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് ഈ വേസ്റ്റിലാണ്. അപ്പോൾ അടുത്ത ചോദ്യവുമായി, all these elements are mercury, cadmium, arsenic, fluoride, lead, chromium included under the E pollutant. ഈ വേസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത രണ്ട് എലിമെന്റ് നോക്കാം. ഞാൻ രണ്ടും സെപ്പറേറ്റ് ചെയ്ത് കാരണം ന്യൂ ജനറേഷൻ ഇ വേസ്റ്റ് ആണ്. ന്യൂ ജനറേഷൻ ഇ വേസ്റ്റ് ആണ്. ഇതും ഇ വേസ്റ്റിലാണ്. ഒന്ന് ബെറീലിയം ആണ്, ഒന്ന് ബേരിയം ആണ്. ഈ ബെറീലിയത്തിന് സ്റ്റോറി ഒരു 2-3 മാസം മുമ്പ് on a ship in Cochin where the crew people suffocated by beryllium fumes. Headline news ആണ് പേപ്പറിൽ. Okay, there was issue caused in the ship by the beryllium fumes എന്നാണ് ന്യൂസ് വന്നത്. അതിനകത്ത് 7 പേരിൽ ഒരാൾ മരിക്കുകയും ബാക്കിയുള്ളവരെ സേവ് ചെയ്യുകയും പറ്റും. ഒരാൾ മരിച്ചു, ബാക്കി കൊച്ചിയിലാണ് സംഭവിച്ചത്. 6 പേരും ചെയ്യപ്പെട്ടു, സേവ് ചെയ്തു. What is the role of beryllium? Generally beryllium is used in the sockets of the plug or in the computer or in your mobile phone. മൊബൈൽ ഫോണിൽ സോക്കറ്റ് ഇല്ലേ, സോക്കറ്റിനകത്ത് വരുന്ന എലിമെന്റ് മെറ്റൽ എന്ന് പറയുന്നത് ബെറീലിയം ആണ്. ബിക്കോസ് ഇറ്റ് മേക്ക് ദ കോണ്ടാക്ട് മോർ പവർഫുൾ. പണ്ട് നമ്മൾ പറയുന്നത് പെൻ ഡ്രൈവ് ഇട്ടാൽ റീഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയും. ഇപ്പോഴത്തെ മോഡേൺ ലാപ്ടോപ്പോ എല്ലാം എടുത്തു നോക്കുക, അടുത്തുകൂടെ പോയാൽ മതി, അപ്പം തന്നെയും റീഡ് ചെയ്യാൻ തുടങ്ങും. കാരണം ബെറീലിയം സോക്കറ്റ്സ് ആണ്. സോ ബെറീലിയം സോക്കറ്റ് മേക്ക് ദ കോണ്ടാക്ട് ഫേം, സെൻസിറ്റീവ് ആണ്. But the thing here is that slightly the compound is volatile, fume ചെയ്യും, വളരെ പതുക്കെ, സഫക്കേറ്റിംഗ് ആണ്, ഡേഞ്ചറസ് ആണ്. സോ ദാറ്റ് ലീഡിങ് ടു ദ ഇഷ്യൂ കോൾഡ് ബെറീലിയം ലങ് സിൻഡ്രോം ആണ് ഉണ്ടാകുന്നത്. ലങ് അലർജിയാണ് അവർക്കുണ്ടായിരുന്നത്, സഫക്കേഷൻ ആയിരുന്നു. ബെറീലിയം ഫ്യൂംസ് ലീഡിങ് ടു ലങ് അലർജി.
Okay, the last element is barium, what we commonly call a white metal. നമ്മൾ വൈറ്റ് മെറ്റൽ എന്ന് വിളിക്കുന്ന കോമ്പൗണ്ടാണ് ബേരിയം. ഇപ്പം മോഡേൺ ടാബ്, മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടേഴ്സ് കണ്ടെയ്നിങ് ബേരിയം ക്യാബിൻ മുഴുക്ക് ചെയ്തിരിക്കുന്നത് ബേരിയം കൊണ്ടാണ്. ഇപ്പം മോഡേൺ എല്ലാ ഈ ഇലക്ട്രിക്കൽ ഗുഡ്സിനകത്തും ക്യാബിൻസ് ചെയ്തിരിക്കുന്നത് ബേരിയം കൊണ്ടാണ്. എന്തിനാണ് ബേരിയം നമ്മൾ ഉപയോഗിച്ചത്? മുമ്പ് നമ്മൾ ബേരിയം ഇല്ലായിരുന്നു, കമ്പ്യൂട്ടറിലൊന്നും ബേരിയം ഇല്ലായിരുന്നു. ഇപ്പം വി സ്റ്റാർട്ട് യൂസിങ് ദ ബേരിയം ഫോർ മിനിമൈസിങ് റേഡിയേഷൻസ്. ഇപ്പം കമ്പ്യൂട്ടറിലും മൊബൈലിലും ഉള്ള റേഡിയേഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് ബേരിയം നമ്മൾ യൂസ് ചെയ്തത്. സോ വി സ്റ്റാർട്ട് യൂസിങ് ബേരിയം ടു മിനിമൈസ് റേഡിയേഷൻസ്. ഇനി ബേരിയത്തിൻ്റെ ഇമ്പാക്റ്റ് ഇത് ഫ്യൂമൊന്നും ചെയ്യത്തില്ല. ദ ഇഷ്യൂ ഹിയർ ഇസ് ദാറ്റ് ഇ വേസ്റ്റ് ആണ്. So this can lead to multiple organ failure. കിഡ്നിയും ലിവറും അടിച്ചു പോകും. Once you are intaking barium containing compound, the damage occurring in kidney as well as liver. Kidney damage ആണ് ഏറ്റവും കൂടുതലായിട്ടും റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. Caused by the element called barium. And these are the major metals universally recorded across the countries. What we commonly call e-pollutant or e-waste. So ഇതിനെല്ലാം സോഴ്സ് ഞാൻ പറഞ്ഞ പോലെ എന്താണ്? മോസ്റ്റ്ലി ത്രൂ വാട്ടർ. വെള്ളത്തിൽ കൂടിയാണ് മിക്കവാറും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഫിഷ് ട്രാജഡി ഉണ്ടായത് വെള്ളത്തിലാണ്. ഈ പറയുന്ന ബേരിയം നമ്മുടെ ഫ്ലോറൈഡ് ട്രാജഡി ഉണ്ടായത് വെള്ളത്തിൽ കൂടെയാണ്. ആർസനിക് ട്രാജഡി വെള്ളത്തിൽ കൂടെയാണ്. മിക്കവാറും എലിമെന്റ്സ് ഒക്കെ എന്താണ്? മണ്ണിലാണ്. നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്തു നോക്കുക, എന്ത് ചെയ്യാൻ പോകുന്നു? കമ്പ്യൂട്ടറൊക്കെ കൊണ്ട് പിന്നെ നമ്മൾ വാട്ട് യു ആർ ഗോയിങ് ടു ഡംപ്? പ്ലാസ്റ്റിക് തന്നെ നമ്മൾ റീസൈക്ലിങ്ങിന് ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടില്ല. ആൻഡ് യു നോ ദാറ്റ് ഇന്ത്യ ഈസ് എ കൺട്രി ഇമ്പോർട്ടിങ് ഇ വേസ്റ്റ്. കൊടുത്തു നോക്കുക, ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ഓസ്ട്രേലിയയിൽ നിന്നും യൂറോപ്യൻ കൺട്രിയിൽ നിന്നും വി ആർ ഇമ്പോർട്ടിങ് ഇ വേസ്റ്റ്. എന്തിനാണ്? ഫോർ എക്സ്ട്രാക്ടിങ് ഗോൾഡ് ആൻഡ് അതർ മെറ്റൽസ്. ഗോൾഡും അതർ മെറ്റൽസും പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇപ്പം കൊടുത്തു നെറ്റിൽ കൊടുത്തു നോക്കാം, ടൺ കണക്കിലാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് അഗൈൻ വി ഗോട്ട് നോ സിസ്റ്റം ടു റീസൈക്കിൾ എനി ഓഫ് ദ ഇ വേസ്റ്റ്. വളരെ പെതറ്റിക് ആണ് ഇ വേസ്റ്റ് റീസൈക്ലിംഗ് ഇൻ ഇന്ത്യ. വന്നിട്ടുണ്ട്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലാണ് പലതും പറയുന്ന ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം ഇ വേസ്റ്റ് പാടില്ലെന്ന് പറയുന്നുണ്ട്. എക്സാക്ട്ലി ഈ വേസ്റ്റ് മാത്രമല്ല, ഇപ്പം സരിസ്ക നാഷണൽ പാർക്കിൽ യു മൈറ്റ് റെഡ് ഇൻ ദ പേപ്പർ ദാറ്റ് കോപ്പർ മൈനിങ് വാസ് ബാൻഡ് ബൈ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, സബ്സിക്വൻ്റ്ലി ബൈ NGT. കഴിഞ്ഞ മാസവും അവർ മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കോടതിക്കൊന്ന് പബ്ലിക് പ്ലേസിൽ സ്മോക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. സ്മോക്ക് ചെയ്യുന്നില്ലേ? ഒന്ന് ട്രിവാൻഡ്രത്തിൽ നടന്നു നോക്കണം. എല്ലാ മൂലയിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നിയമത്തിന് വിലയില്ല. 75 ഡെസിബലിന് മുകളിൽ സൗണ്ട് ഉണ്ടാക്കരുത് പബ്ലിക് പ്ലേസിൽ. പറയുന്ന സീം തൊട്ട് താഴെ വരുന്നവർ എന്താ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? 75 മുകളിലാണ് ഡെസിബലിലെ സൗണ്ട് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നിയമത്തിന് യാതൊരു ഷോർട്ടേജും ഇല്ല. നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഫോളോ ചെയ്യുന്നില്ല. അതാണ് ഇഷ്യൂ. ഇപ്പൊ NGT സ്ട്രിക്ട്ലി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇല്ലെന്ന് പറയുന്നില്ല. ഞാൻ അതിനെ ബ്ലൈൻഡ്ലി ഞാൻ അവരെ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നില്ല. ബട്ട് സ്ട്രിക്ട്ലി നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഫോളോ ചെയ്യുന്നില്ല. സിംഗപ്പൂരിലൊക്കെ, മലേഷ്യ സിംഗപ്പൂരിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ചോക്ലേറ്റ് കവർ ഒന്ന് പോക്കറ്റിൽ നിന്ന് എടുത്ത് പുറത്തിട്ട് നോക്കുക. അപ്പോൾ അറിയും റിയാക്ഷൻ നിങ്ങൾ കിട്ടിയിരിക്കും. ഒരു ചോക്ലേറ്റ് കവർ പോക്കറ്റിൽ നിന്ന് പുറത്ത് നിറഞ്ഞു നോക്കുക, യു വിൽ ഗെറ്റ് ഇമ്മീഡിയറ്റ് റിയാക്ഷൻ. ചോക്ലേറ്റിന് വില ചിലപ്പോൾ 5 രൂപയായിരിക്കും, ഫൈൻ എന്തായിരിക്കും? 50 രൂപയായിരിക്കും. ഇതാണ് അവിടുത്തെ ഇഷ്യൂ. പണിഷ്മെൻറ്റ് ഈസ് സിവിയർ. അപ്പോൾ എന്ത് ചെയ്യത്തില്ല? നെവർ വി വിൽ ഡു എനിത്തിങ് അക്രോസ്. ഇവിടെ എന്താണ്? പണിഷ്മെൻറ്റും ഇല്ല, ഒന്നും തന്നെ ഇല്ല. അതാണ് നമ്മളെ ഇഷ്യൂ. ഇപ്പോൾ NGT ഇല്ല, ഇനി സുപ്രീം കോടതി ഇല്ല. ആര് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യത്തില്ല? കേൾക്കാൻ പോകുന്നില്ല. നിയമങ്ങൾ കൂടെ വിലയില്ല. അതാണ് ഇഷ്യൂ. NGT ചെയ്യുന്നില്ല എന്നൊന്നും പറയുന്നില്ല. സ്ട്രിക്ട്ലി ദ പുട്ടിങ് ദ ഡോസേജ്. തമിഴ്നാട്ടിലോട്ടാണ് പോകുന്നത്. നമ്മളിവിടെ നിന്ന് പ്ലാസ്റ്റിക് മുടുക്ക് കിട്ടി തമിഴ്നാട്ടിലാണ് കൊടുക്കുന്നത്. അവരെന്ത് ചെയ്യുന്നു? കത്തിച്ച് കളയുക. അവിടെ നിയമങ്ങളേ ഇല്ല. നമ്മളെങ്ങാട്ടിലും ഗതിയിടാണ് തമിഴ്നാട്. നിയമങ്ങളൊന്നും ഫോളോ ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ ബോർഡർ കഴിയുമ്പോൾ, എന്താ പറയുക, കളിയേക്കള കഴിയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? എല്ലാം കൂടെ കുവിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കത്തിക്കുക. അപ്പോൾ അത് കളിയേക്കളയിൽ കത്തിച്ചാൽ എന്താണ് ഇമ്പാക്ട് ഉണ്ടാകാൻ പോകുന്നത്? നെയ്യാറ്റിൻകര, പാഠശാല എല്ലാം എന്തായിരിക്കും? ഈ പറയുന്ന ഫ്യൂംസ് ആണ് ഇഷ്യൂ. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിവേ, സോ ദാറ്റ്സ് ദ ഹോൾ മെറ്റൽ ട്രാജഡി വി ഹാവ്.
ഓക്കെ, രണ്ടാമത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് ആണ്.